ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് അടഞ്ഞ അധ്യായമാണ്. കാരണം നാലാമതൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ തോക്കുന്നത് നാലാം സ്ഥാനാർത്ഥിയായിരുന്നു അടൂർ പ്രകാശൻ. കാരണം ഈ മണ്ഡലത്തിലോ നമ്മളെ ഈ സമീപ പ്രവർത്തകോ ഈ 5 വർഷം ഇയാളെ കണ്ടിട്ടില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ നരേന്ദ്രമോദിയെ പറയുന്നു, നിങ്ങൾ 7 വർഷം ഈ കേരളം ഭരിച്ചു. നിങ്ങൾ എന്തെങ്കിലും ഒരു വികസനം ഈ കവലകളിൽ ഈ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പരിപാടിയൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തെങ്കിലും ഒരു വികസനം പറയാനില്ല. അവരൊക്കെ പറയാനുള്ളത് നരേന്ദ്രമോദി വന്നാൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ കയറ്റിവിടും. പ്രസംഗം ഞങ്ങൾ ലൈവായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നരേന്ദ്രമോദി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള 10 വർഷം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. ഈ 7 വർഷം ജയിച്ച ഈ കേരളം ഭരിക്കുന്ന ഈ പാർട്ടിക്ക് ഒരു വികസനം പറയാനില്ല. ഈ LDFിൻ്റെ പ്രതിനിധിയോട് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നിങ്ങൾ ഈ സാധാരണക്കാർക്ക് വേണ്ടി നിലവിളി കൊള്ളുന്നു. ഈ കണ്ടള ബാങ്കിലെ സാധാരണക്കാരുടെ പൈസ എവിടെ പോയി? ഊരുട്ടമ്പലം ബാങ്കിലെ പൈസ എവിടെ പോയി? ഇതിനും കൂടെ ഒരു മറുപടി ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഒന്ന് പറഞ്ഞു തരണം. പാവപ്പെട്ട കണ്ടള സഹകരണ ബാങ്കിലെ സാധാരണക്കാരുടെ ജനങ്ങളുടെ കഷ്ടപ്പെട്ട് പെൻഷൻ കിട്ടിയ പൈസകൾ കൊണ്ടിട്ട് സ്വന്തമായി വയസ്സുകാലത്ത് വെള്ളം കുടിക്കുവാൻ വേണ്ടി കൊണ്ടിട്ട പൈസയെല്ലാം കൂടെ നിങ്ങളെ നേതാക്കന്മാര് മോട്ടിച്ചും പിടിച്ചു പറിച്ചും പാവങ്ങളെ ദ്രോഹിച്ചല്ലോ. അതെന്ത് ചെയ്യും? അതിന്റെ ഒരു മറുപടി നിങ്ങൾ തരണം. കണ്ടല സഹകരണ ബാങ്ക്, കരുവന്നൂർ സഹകരണ ബാങ്കിലെ കൊള്ള പോലെ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കണ്ടല സഹകരണ ബാങ്കിലെ കൊള്ള. കണ്ടല സഹകരണ ബാങ്കിനെ നയിച്ച CPI നേതാവ് ബാസുരാങ്കൻ, അദ്ദേഹത്തിന്റെ മകൻ ജയിലിൽ കിടക്കുകയാണ്. ആ പണം തിരിച്ചു കൊടുക്കുമോ? കണ്ടല സർവീസ് സഹകരണ ബാങ്കില് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആദ്യമായി കണ്ടുപിടിച്ചത് കേരളത്തിലെ സഹകരണ വകുപ്പാണ്. കൂവണ്ട സത്യമല്ലേ? പക്ഷേ അതുമായി ബന്ധപ്പെട്ട് സാബു ഒന്നടങ്ങ് സാബു അങ്ങനെ മറുപടി കേൾക്കാം. അപ്പോ ഒരു മിനിറ്റ് പ്ലീസ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതേ മറുപടി പ്ലീസ്. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതേ മറുപടി പറയട്ടെ പ്ലീസ്. അപ്പോ കണ്ടല ബാങ്കില് ആ അഴിമതി നടന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അഴിമതി നടന്നിട്ടുണ്ട്. അതിന് ഉത്തരവാദികളായവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കും. 36 കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നടപടികൾ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ പാക്കേജുമായി ബന്ധപ്പെട്ട് അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്കും പണം നഷ്ടപ്പെടാതെ തിരിച്ചു കൊടുക്കുമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പ്രഷീദ് ഒരു മിനിറ്റ് ഒന്നിരുന്നേ. കണ്ടല സഹകരണ ബാങ്ക് ഒരു മിനിറ്റ് പ്ലീസ് ഒന്നിരിക്കെ. കണ്ടല സഹകരണ ബാങ്ക് ഞങ്ങൾ അവിടെ ഒരു ജനസഭ നടത്തിയിരുന്നു. അന്ന് അവിടെ പങ്കെടുത്ത എല്ലാവരും പോലീസിന് പരാതി നൽകിയിട്ടും ഈ ബാസുരാങ്കൻ ഇതുവഴി ജനങ്ങളെ വെല്ലുവിളിച്ച് നടന്നു. അദ്ദേഹത്തിന്റെ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് കേസെടുത്തില്ല?